അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ചേർക്കുന്നത്. 1 സ്പൂണ് കോൺഫ്ലവർ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചത്, അതുകൊണ്ട് തന്നെ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ബീഫിലൊക്കെ നന്നായി ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബീഫിൽ നമ്മൾ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം.
ഇതിപ്പോൾ ഇത്രയും കൂടെ ഞാൻ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗ്രേവി കുറച്ച് വേണ്ടതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ടും വേണം എടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഉണക്കമുളക് പൊടിച്ചതില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.